കോഴിക്കോട് എലത്തൂരിലാണ് ലഹരിക്കടിമയായ മകൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ഒരമ്മ അവനെ പോലീസിൽ ഏൽപ്പിക്കുന്നത്. ആ അമ്മ നമുക്കൊപ്പമുണ്ട്. വലിയ ഉപദ്രവമായിരുന്നു ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം മകനിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്? വലിയ ഉപദ്രവം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ മോളെ കുട്ടീനെ ഉപദ്രവിച്ചിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തപ്പോൾ പോക്സോ കേസിലകത്തായതും. ഒരു 9.5 മാസത്തോളം ജയിലിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ 17 ഞങ്ങൾ തന്നെ ഓൻ്റെ നന്നാവും എന്നൊക്കെ പറഞ്ഞു കരയുകയും ഒക്കെ ചെയ്തിട്ട് ഓനെ ഞങ്ങൾ പുറത്തിറക്കിയത്. 9 മാസമൊക്കെ കിടന്നില്ല, ഇനിയിപ്പോൾ ഓൻ മനസ്സ് മാറിയിട്ടുണ്ടാവും എന്നൊക്കെ വെച്ച് പുറത്തിറക്കി. പക്ഷെ പുറത്തിറക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓൻ ഇവിടെ നാട്ടിൽ നിന്ന് പോയി, എറണാകുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നെ വിളിച്ചിട്ട് കിട്ടൂല, അങ്ങോട്ട് വിളിക്കില്ല, ഒരു വിവരവും ഇല്ലായിരുന്നു. പിന്നെ ഓൻ തിരിച്ചു വരുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ 26 തിരിച്ച് വന്നത്. ഇവിടെ വന്ന് ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് എൻ്റെ കേസുകളെല്ലാം കുറേ കേസുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ കേസുകളൊക്കെ വാറണ്ടായി കിടക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഉള്ളത് പറയരുതെന്നാണ്. അപ്പോൾ എനിക്ക് പേടിയായി. എന്നാലും വീട്ടിൽ നല്ല ശാന്തനായിരുന്നു, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ പ്രശ്നമാക്കില്ല. വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, അത് കഴിച്ചോ, ഇവിടെ ഒന്നുമില്ലാതെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം എലത്തൂരിൽ പോലീസ് വന്ന് അന്വേഷിച്ചിട്ടുണ്ട് അവൻ വരില്ല. അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റാണത്. അപ്പോൾ കാരണം വന്നിരുന്നു സാറേ, പോയി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ളതിൽ ഞാൻ പിടിച്ചു കൊടുക്കേണ്ട, ഒരു പ്രശ്നമില്ലാത്ത മോനെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം പിന്നെ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് ഇവൻ്റെ എല്ലാ പെരുമാറ്റത്തിനും മാറ്റങ്ങൾ വന്നു. ഈവൻ എൻ്റെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഓൺ, അവൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ ഓൻ പൈസ ഒന്നും കയറ്റിയിട്ടില്ല, അത് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ ഓന് ഒരു പുതിയൊരു നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഓൻ മെസ്സേജ് അയക്കും. ആർക്കാ മെസ്സേജ് എന്നുള്ള അറിയില്ല. ആ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒന്ന് ബനിയൻ എടുത്തിട്ട് ഒരു സന്ധ്യ സമയത്തൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ബീച്ചിലോട്ട് പോകും. അപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് ഭയങ്കര മാറ്റം എന്ന് മാത്രമല്ല, പിന്നെ അകത്തുനിന്ന് കഞ്ചാവിൻ്റെ മണം വരും. കഞ്ചാവിൻ്റെ മണം നല്ലപോലെ അറിയാലോ. അപ്പോൾ അത് ഇങ്ങനെ വരും. അപ്പം ഞാൻ അങ്ങനെ പറയും, ഇവിടെ ഉള്ള ചെറിയ മോയെ ആസ്മ പേഷ്യൻ്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്താണ് ഓൻ്റെ പിന്നെ ഇൻഹേലറൊക്കെ നിർത്തിയത്, യൂസ് ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഇത് കുട്ടിക്ക് വീണ്ടും വന്നു ഇവൻ കാരണം വീണ്ടും വന്നു. അപ്പോൾ അകത്തേക്ക് ഈ പുക എവിടുന്നേയും വലിച്ചും കൂടി പോര്, അല്ലാതെ ഇവിടെ കൊണ്ടുവരരുത് നിർബന്ധമായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെ പറ്റാത്തവരുണ്ട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ, ഞാൻ ഇവിടുന്ന് വലിക്കും എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ബഹളം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാം. അപ്പോൾ അവൻ ബ്ലേഡ് എടുത്ത് കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം മുറിക്കും, എന്നിട്ട് നിങ്ങൾ മുറിച്ചാന്ന് പറയും, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ പറയും. അപ്പോൾ എനിക്ക് പേടിയായി ശരിക്കും. ഇന്നാണോ ഈ സംഭവം? അല്ലല്ല, അതൊരു 2 ആഴ്ച മുമ്പാണ്. എനിക്ക് ശരിക്കും പേടിയായി. അപ്പം എന്താ വെച്ചാൽ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കിടക്കണ്ടേ. അപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പം ഇപ്പം ഈ 2 ദിവസം മുമ്പ്, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. അപ്പം എനിക്ക് സുഖമില്ലാത്ത അമ്മ എന്നെ നോക്കാൻ വേണ്ടി വന്നതാ. അമ്മയ്ക്ക് 68 വയസ്സായി. അപ്പോൾ അമ്മേൻ്റെ മുന്നിൽ നിന്ന് ഇവൻ എന്തെങ്കിലും പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇവൻ്റെത് എത്രത്തോളം ഭീകരമായിട്ട് അറിയില്ല, ഇവൻ്റെ കാര്യം. അപ്പോൾ അമ്മ ഒരു 100 രൂപ അവൻ എടുത്ത് കൊടുത്തു. അതെടുത്ത് കൊടുത്തപ്പോൾ തന്നെ അവൻ പറഞ്ഞു, നിങ്ങളെ മോളിന്നെ കള്ളക്കേസ് കുടുക്കി, എനിക്കിപ്പം ജയിലിൽ കിടന്ന് വന്ന് എനിക്കിപ്പം പുറത്തിറങ്ങാൻ പറ്റാതെ എന്നൊക്കെ ഒരുപാട് ഷൗട്ട് ചെയ്ത് പറഞ്ഞ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ പോകാൻ വേണ്ടിയല്ലേ പൈസ, അങ്ങി പോയിക്കോ, വെറുതെ അധികം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവനെ വിട്ടു. അവൻ പോയി തിരിച്ച് വന്നപ്പോൾ ചെറിയ മോന്, ഒരു 3 വയസ്സുള്ള കുട്ടിയാണ്, മോളെ കുട്ടി. ആ കുട്ടിക്ക് ഒരു 2 മിഠായി കൊടുത്തു. അപ്പം ഞാൻ ആ മിഠായി പിടിച്ച് വാങ്ങിയിട്ട് പൊളിച്ച് ഒരു കഷ്ണം ഞാൻ കഴിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയാൻ അവൻ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്തിനാലും. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് വാങ്ങിയതിന് ഇപ്പം വല്ലാതെ ഷൗട്ട് ചെയ്ത്, വല്ലാതെ തെറിയൊക്കെ വിളിച്ചു, ഒരുപാട് തെറിയൊക്കെ പറഞ്ഞ്, കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പം ഞാൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞ്, നിങ്ങൾ പോലീസിനെ വിളിച്ചോളി, നിങ്ങളെ ഞാൻ ചാനലാരെ മുന്നിൽ ഞാൻ നാറ്റിക്കുന്നു. അപ്പം അന്നേരവും ഞാൻ വിളിച്ചില്ല, കാരണം വയ്യാത്തൊരമ്മയാണ്, അമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള. അപ്പം അമ്മയ്ക്ക് ടെൻഷൻ ആവേണ്ട വെച്ച് ഞാൻ വിളിച്ചില്ല. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുക, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമില്ല, ചുമ്മാ വെറുതെ എന്തോന്ന് കണ്ട് ഞാനും അമ്മയും ചിരിച്ചതാണ്. പെട്ടെന്ന് വയലൻ്റായി ചാടി എണീറ്റിട്ട് വല്ലാതെ നിങ്ങൾ ഇന്നെ കളിയാക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി അമ്മേൻ്റെ മുന്നിൽ. അപ്പം ഞാൻ നടുവിലേ ചാടി വീണ്, അമ്മ എണീറ്റ് ഓനും എണീറ്റ്, ഞാൻ നടുവിലേ ചാടി വീണ് അടിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നടിക്കുന്നാല് അമ്മനെയല്ല ഇന്നെ അടിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവൻ കൈമ കിട്ടുന്ന എടുത്ത് എറിയുക, എന്തൊക്കെയോ ചെയ്ത് ഇവിടെ ഈ അകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അപ്പോൾ അവൻ ശരിക്കും അന്നേരമാണ് പറയുന്നത്, ഈ കൊല്ലാൻ തന്നെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്, കൊല്ലും ഞാൻ, എനിക്കൊരു മടിയില്ല കൊല്ലാൻ. സമയമുണ്ട്, അടുത്ത മാസമാണ് ഞാൻ സമയം കണ്ടുവെച്ചത്, ഞാൻ എന്തായാലും ജയിലിൽ പോകണം, അപ്പോൾ എല്ലാത്തിനെയും കൊന്നിട്ടേ ഞാൻ പോകും, ആരും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്.
അപ്പോൾ ഓന് ഈ അടുത്ത മാസം എന്ന് പറയുന്നത് ഒരു കണക്കാണ്. കാരണം അടുത്ത ഏപ്രിലിൽ ഈ മോള് ഗൾഫിൽ നിന്ന്, എൻ്റെ മോള് ഗൾഫിലാണ്, അവൾ നേഴ്സാണ്, ഓള് വരും എന്നാണ് അവൻ്റെ ഒരു ഓർമ്മ. കാരണം കഴിഞ്ഞ ഏപ്രിൽ ഓള് പോയതാ, ഓള് ശരിക്കും വരുന്നില്ല. അപ്പം ഈ ഏപ്രിൽ ഓള് വരുന്നു. അപ്പം അതാണ് ഓൻ കരുതി നിൽക്കുക, അവൾ വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊന്നിട്ട് ഓന് ജയിലിൽ പോകാന്നുള്ള. അപ്പോൾ ഓൻ്റെ ആ വാക്കിലുള്ള ഒരു ഉറച്ചൊരു വാക്കാണ് ഓൻ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞ പോലെയല്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ആകെ പേടിച്ചു പോയി. ഇനിയിപ്പം ഞാൻ അവനെ ഈ അകത്ത് വെച്ച് സംരക്ഷിച്ചാൽ ഏറ്റവും വലിയ ആപത്തേക്ക് എനിക്ക് വരാൻ പോകുന്നതെന്ന് തോന്നി. ഞാൻ മരിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല, ഒന്നും അറിയാത്തൊരു കുട്ടിയുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ മരിക്കാതെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടന്നു പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങോട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ഇന്നലെ പോലീസിനെ വിളിച്ചങ്ങാണ്ട് കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ജോലിക്ക് പോയതാ. അപ്പം ഞാൻ ചോദിച്ച് ഞാൻ ഇങ്ങനെയാണ് എന്താ ചെയ്യണം. അപ്പം എന്നോട് പറഞ്ഞ് ഈ വിളിച്ച് പറഞ്ഞേക്ക് ഓനകത്ത് കിടന്നോട്ടെ, അതാണ് നല്ലത് എന്ന്. അപ്പോൾ ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് ധൈര്യമായി. പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം SI സാർ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, എന്തേ ആവശ്യൻ്റെ ഇവന് വരികയാണെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ സാറിനെ വിളിച്ചിങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന്. അപ്പോൾ സാറ് ഇന്ന് രാവിലെയാണ് വന്നത്. കാരണം ഇന്നലെ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സാർ 112 വിളിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞങ്ങൾ നാളെ രാവിലെ വരാം. അങ്ങനെ ഇന്ന് രാവിലെ ഒരു 9:30 ഉള്ളിൽ തന്നെ പോലീസ് എത്തി കഴിഞ്ഞപ്പോൾ അവൻ വളരെ വയലൻ്റായി. ആത്മഹത്യ ചെയ്യും, ബ്ലേഡൊക്കെ പിടിച്ചിട്ട് മുറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് ഞാൻ ചാനലുകാർ വരണമെന്ന്. അപ്പോൾ ഇത് ഇത്രയും ചാനലുകാരെ മുന്നിൽ എത്തിച്ചതും അവൻ തന്നെയാണ്. എന്നുവെച്ചാൽ ചാനലുകാർ വന്നതിന് ശേഷം അവൻ പറഞ്ഞ് അമ്മ കള്ളക്കേസ് കൊടുത്താൽ ഇതിനെ പറ്റിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെ കുറേ കള്ളത്തരം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടാണ് പറഞ്ഞു. അതിനുശേഷം പോലീസിൻ്റെ കൂടെ അവൻ പോവുകയും ചെയ്ത്. അങ്ങനെയുണ്ടായി. മകൻ ചെറുപ്പത്തിലേ ഇങ്ങനെ ഈ കഞ്ചാവും അതുപോലെയുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? ചെറുപ്പത്തിലെന്ന് വെച്ചാൽ ഒരു 8ാം ക്ലാസ് തൊട്ട് അവൻ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറിയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് 8ാം ക്ലാസ് തൊട്ട് മാഷ്മാർ പറയലുണ്ടായിരുന്നു ഇവൻ ഇടവഴി വെച്ച് സിഗരറ്റ് വലിച്ചു എന്നൊക്കെ. അപ്പം ഞങ്ങൾ പോവും, ഞങ്ങൾ നോക്കുകയും അന്വേഷിക്കുകയും ചാവുകയൊക്കെ ചെയ്യും. പക്ഷേ അവൻ പറയാം ഒന്നുമില്ല അമ്മേ, ഒന്നും നോക്കിയതാണ്. പക്ഷെ അന്നൊക്കെ ഞങ്ങളോട് ഒരു ഒട്ടി നിൽക്കുന്നൊരു മോനായിരുന്നു. നമ്മളെന്ത് പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്നത്. ഞാൻ അവനൊരു സിഗരറ്റിൻ്റെ എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും ഒരു കീശയിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ ബാഗിൽ നിന്ന് കിട്ടുക, അങ്ങനെയൊന്നുമില്ല. പിന്നെ അതൊന്നുമില്ല അമ്മ, അത് നോക്കിയതാണ് അമ്മ, അത് സാരില്ല അമ്മ, ആരോ കള്ളത്തരം പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ വിശ്വസിച്ച് പോകും. പിന്നെ നമ്മളെ കൂടെ തന്നെ നമ്മളെ കൂടെ ഇഴുകി ചേർന്ന് കഴിയുന്നൊരു കുട്ടി പിന്നെ എവിടെയും പോകും, അങ്ങനെയൊന്നുമില്ല. അപ്പം പിന്നെ നമുക്കൊരു സംശയത്തിൻ്റെ ഇടയില്ല. പിന്നെ ഇവന് ഒരു 10-18 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇവൻ ശരിക്കും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ അറിയുന്നത്. ഇനിയിപ്പം നാട്ടുകാരോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഞങ്ങളോട് പറഞ്ഞതുമില്ല. എല്ലാവരും ഞങ്ങളോട് ഒളിച്ചു വെച്ച് ആരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പം ഇപ്പം അവൻ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ അവൻ പോലീസുകാരോട് തന്നെ പറഞ്ഞ് കേട്ട കഥ ഞാൻ 13 വയസ്സ് തൊട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഓൻ തന്നെ പറയുകയാണ്, ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ഞങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സിൻ്റെ ഉള്ളിൽ ഓനൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ പുതിയ നേരത്തെ അനന്തപുരത്ത് വെച്ചിട്ട്. അപ്പം 3 പേര് ഏതോ വണ്ടീനെ പാസ് ചെയ്തിട്ട് ലോറിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ്. അപ്പം അത് കുടുങ്ങിയിട്ട് ഒരാൾ അപ്പം തന്നെ ഒരാൾ വയറ് പൊട്ടി പോയി ഹോസ്പിറ്റലിലെത്തി മരിച്ച്, ഒരാളെ കാല് മുറിഞ്ഞ് ഒരുപാട് കാലം ആൾ കിടന്ന്. ഇവന് ചെറിയ പരിക്കുള്ളൂ, കാലിൻ്റെ പുറടിക്ക് ചെറിയ എല്ല് പൊട്ടി, മുഖത്തിവിടെ നല്ലൊരു മുറിവും പറ്റി. പക്ഷേ അന്ന് ഇവർക്ക് 3 പേർക്കും വേദനയില്ല എന്ന് പറഞ്ഞാൽ നല്ല പോലെ എന്തോ നല്ല സുഖമായിട്ടിരിക്കുക അവർ ഹോസ്പിറ്റലിൽ. വയറ് പൊട്ടി കുടൽ പുറത്ത് വന്നവനും വേദനയില്ല, അല്ലാത്ത ഇവനും ഇല്ല. അപ്പം തന്നെ അവിടുന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവരെന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇവർ ആരോ പേനിൻ്റെ കീശയിൽ നിന്ന് ഡ്രഗ്സ് എന്തോ എന്താ സാധനം എന്നറിയില്ല, കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇവനിത് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. പക്ഷെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു മണോ ഒന്നും അറിയില്ല. പിന്നെ എന്ത് മണമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അന്നൊന്നും അറിയൂല. അന്നൊന്നും ഇത്രത്തോളം എന്തൊക്കെയാ സാധനങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇതൊക്കെ അറിയുന്നത് പിന്നെ അവൻ തന്നെ അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞേരെ അവൻ്റെ ഭാര്യനോട് അവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഇവൻ MDMA എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അറിയുന്നത്. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ശാരീരികമായി വളരെയധികം ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല സാറേ. നമ്മൾ നല്ലോണം പോലെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഞങ്ങൾ ഓനെ ഒരിക്കലും തച്ച് വളർത്താത്തതുകൊണ്ടായിരിക്കും. അല്ല, അവൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു? അവൻ ചെയ്തിട്ടുണ്ട്, അവൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ MDMA ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവൻ ആ കുട്ടീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ഈ വീട്ടിൽ നിന്ന്. ആ സമയത്ത് അവൻ എന്താ വെച്ചാൽ സ്വയം കൈമുറിക്കുക, കുപ്പിച്ചില്ല് കുളിമുറിയിൽ കുപ്പിച്ചില്ല് അടിച്ച് പൊട്ടിച്ചിട്ട് അകത്തെ ബാത്റൂമിൽ അടിച്ച് പൊട്ടിച്ചിട്ട് ആ കുപ്പിച്ചില്ലോണ്ട് കൈ ഇങ്ങനെ ഒരു 5-6 വര ഇങ്ങനെ ഇട്ടിട്ട് ചോര ചീറ്റ് വീട് മുഴുവൻ ഇങ്ങനെ ചിരിച്ച് നടക്കുക, അട്ടഹസിച്ച് ചിരിച്ച് നടക്കുക ഒരു ഉന്മാദത്തിൽ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒരു രാത്രി അത് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ മുറിക്കുക. എന്നിട്ട് അന്ന് വൈകുന്നേരമാണ് ഓൻ കുട്ടീനോട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ ഓൻ ഞങ്ങളൊക്കെ അടിച്ചിട്ട് അന്നൊക്കെ നല്ല പോലെ ഓൻ്റെ ഭാര്യനെ അടിച്ചിട്ടുണ്ട്, എന്നെയൊക്കെ അടിച്ചിട്ടുണ്ട്, കുട്ടീനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ കേസ് കൊടുക്കുമ്പോൾ സാറ് പറഞ്ഞതാ ഇനി കുട്ടീനെ അടിച്ചതെന്നും കൂടി എഴുതണ്ട, വകുപ്പുകൾ പിന്നെയും കൂടുന്ന്.
ഇതിങ്ങനെ ഗതികെട്ടിട്ടാണ് അവസാനം ഇങ്ങനെ പോലീസിനെ അറിയിക്കേണ്ടി വന്നതല്ലേ? ഇപ്പൊ ഈ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ഞാൻ മാത്രമായിരുന്നു എനിക്ക് പേടിയില്ലേനി. പക്ഷെ ഒന്നും അറിയാത്തൊരു പൈതലേതോ ഇപ്പം ലോകത്തെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ കുട്ടീനെയും കൂടി അവൻ കൊല്ലുന്നു പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് അതാണ് ആ ഒരു പേടിയാ. പിന്നെ എത്രയോ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ഈവനായിട്ട് വരുത്തി വെച്ച കടങ്ങൾ, അതൊക്കെ എൻ്റെ മോള് 2 കൊല്ലം ആ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കടമൊക്കെ വീട്ടി ഇനി ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വരണം, ആ ഒരു രീതിയിലാണ് ഒളിപ്പുള്ളത്. അപ്പൊ ആ ഒരു ഓളും കൂടി ചെയ്യണം എന്നുള്ള ലെവലിൽ ഇവൻ നിൽക്കുമ്പോഴാണ് പിന്നെ എനിക്ക് അത് മനസ്സിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല. ഇനി ഓനെ സംരക്ഷിച്ചാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാല് ഓൻ ഡ്രഗ്സിൽ നിന്നും ഓനൊരു ചിലപ്പോൾ ഒരു മുക്തി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഓൻ ജീവനോട് ഉണ്ട് എന്ന് വിചാരിക്കാമല്ലോ ജയിലിലാണെങ്കിലും. അങ്ങനെ ആ ഒരു വിചാരത്തിലാണ് ഇപ്പൊ ഞാൻ ഓനെ ഉള്ളിലാക്കാതെ പോലീസിനെ അറിയിച്ചത്. എന്നുവെച്ചാൽ വീട്ടിലുള്ളവർക്കും ഒരു സുരക്ഷയാണ്, ഓന്റെ ജീവനും ആപത്തില്ല എന്ന് മനസ്സിലായിട്ട്. ഏതായാലും പേടിച്ചിട്ടാണ് ഈ അമ്മ ലഹരിക്കടിമയായി മകനെക്കുറിച്ച് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് എത്തിയപ്പോൾ രാഹുൽ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഒടുവിൽ തന്ത്രപരമായാണ് രാഹുലിനെ പോലീസ് കീഴ്പ്പെടുത്തുന്നതും. നിലവിലിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ രാഹുൽ റിമാൻഡിലാണ്.